ഈ വേദിയിൽ വന്നെത്തിയിട്ടുള്ള ഓരോരുത്തരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യാന്നുള്ള ചടങ്ങിനാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത്. അതിനു മുമ്പേ ഈ പരിപാടിയുടെ പ്രാധാന്യം എന്താണെന്ന് 2 വാക്കുകളിൽ ഞാൻ ചുരുങ്ങി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞാനൊരു അധ്യാപിക കൂടിയാണ്, അതും പ്രത്യേകിച്ച് ഹൈസ്കൂൾ തലത്തിൽ, പ്രത്യേകിച്ച് അഡോളസെന്റ് പീരീഡിലുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പലപ്പോഴും അറിയാൻ കഴിയുന്നുണ്ട്, സ്വന്തം രക്ഷിതാക്കളോട് പോലും പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളും അവരെന്നോട് ഷെയർ ചെയ്യാൻ മുതിരാറുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എനിക്ക് തോന്നുന്നു, ഇന്നത്തെ ഒരു രക്ഷിതാവിന് ഒരു കുട്ടിക്ക് ഒരു നല്ല സുഹൃത്തായി മാറാൻ കഴിയുന്നില്ല. നമ്മൾ നമ്മുടെ കുട്ടിക്ക് വളരാൻ ആവശ്യമായ എല്ലാം നൽകുന്നുണ്ട്. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്, നമ്മളെല്ലാ സൗകര്യവും കൊടുത്ത് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുമ്പോൾ നമ്മൾ വാർത്തെടുക്കുന്നത് ഒരു നല്ല ഡോക്ടറെയോ അല്ലെങ്കിൽ ഒരു നല്ല എഞ്ചിനീയറെയോ ഒരു സയന്റിസ്റ്റിനെയോ ഒരു IAS-കാരനെയൊക്കെ ആയിരിക്കാം. പക്ഷെ ഇതിലൊക്കെ ഉപരിയായി നമ്മളിൽ ഒരു ദൗത്യമുണ്ട്. അവനെ ഈ ലോകത്തിന്റെ മുന്നിൽ ഒരു ഉത്തമ മനുഷ്യനായി വാർത്തെടുക്കാനാണ് ആദ്യം നമ്മളിൽ നിന്നൊരു ശ്രമം നടക്കേണ്ടത്. അത് നമ്മൾ ഓരോ രക്ഷിതാവും സ്വയത്തിലേക്കൊന്ന് പിന്തിരിഞ്ഞ് നോക്കുകയാണ് വേണ്ടത്. ഞാനൊരു ഇഫക്റ്റീവ് പാരന്റായി മാറുന്നുണ്ടോ? എൻ്റെ കുട്ടി എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതെനിക്ക് നൽകാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായും ഭൗതിക സാഹചര്യം ഇന്ന് സമ്പന്നനായ ഒരു രക്ഷിതാവായാലും ശരി, സമ്പന്നത കുറഞ്ഞ ആളെയും എനിക്ക് കിട്ടാത്ത സൗകര്യം എത്രയും അധികം എൻ്റെ കുഞ്ഞിന് നൽകണമെന്ന ആ ഒരാഗ്രഹത്തോടെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും അവൻ്റെ ആ കൊച്ചു മനസ്സിനെ അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ സമീപിക്കാറുണ്ടോ എന്ന് തിരക്കേറിയ ഈ ജീവിതത്തിൽ ഓരോ രക്ഷിതാവും സ്വയത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ഞാനൊരു ചെറിയ അനുഭവം ഇനി പറയാണ്. ഇപ്പം ഈയിടെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ 3 ദിവസം മുമ്പോട്ടാണ് സൂര്യ TV-യിൽ ഒരു ന്യൂസ് വന്നിരുന്നു. ഒരു പ്രഗത്ഭനായ IAS ഓഫീസർ, നോർത്ത് ഇന്ത്യക്കാരനാണ്. എത്രയോ മൂല്യങ്ങൾ ഈ ലോകത്തിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ട ഒരു പ്രഗത്ഭ ഉദ്യോഗസ്ഥൻ തൻ്റെ ഭാര്യയ്ക്ക് കേവലം ഒരു BEd പ്രവേശനത്തിനായി ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി. അദ്ദേഹം സ്വയമാണത് അറ്റസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മളൊന്ന് നോക്കേണ്ടതാണ്, എന്താണ് ഇന്ന് നമ്മൾ നമ്മുടെ മക്കളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങൾ. അതും ഇത്ര ടോപ്പ് പൊസിഷനിലൊരു ഉദ്യോഗസ്ഥൻ. ഉയർന്ന തലങ്ങളിൽ എല്ലായിടത്തും നമുക്ക് കാണാം, പക്ഷെ അവിടെയൊക്കെ പൂർണ്ണമായും ഒരുപക്ഷെ ബാലറ്റിലൂടെ ജയിച്ചു വരുന്നവരാണ്. അപ്പം അതിൻ്റെ പിന്നിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. പക്ഷേ വിദ്യാഭ്യാസം നമുക്കപ്പോൾ എല്ലാം നേടിത്തരുന്നുണ്ടോ? അപ്പം ഈ വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം എന്തിലേക്കാണ് ഇന്ന് നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്? ഇത് പൂർണ്ണമായും നമ്മളുടെ മുന്നിൽ ഇന്നൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണെന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പം ആദ്യ ഒരു കുട്ടിയുടെ ഗുരു അവൻ്റെ രക്ഷിതാവാണ്. അതായത് ഒരമ്മയാണ് അവൻ്റെ ഏറ്റവും ഉയർന്ന ഗുരു. അമ്മയിൽ നിന്നാണ് അവൻ്റെ ബാലപാഠങ്ങൾ ഉരുവിട്ട് തുടങ്ങുന്നത്. പക്ഷേ അവൻ്റെ മണ്ഡലം ഉയർന്നതോടെ അവൻ മറ്റു പലരെയും തൻ്റെ ഗുരുവായി കാണുകയാണ്. അവരിൽ നിന്ന് പലതും സ്വാംശീകരിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ നമ്മളെന്താ പറയണേ, നമ്മുടെ കൊച്ചുകുട്ടി നമ്മൾ ആദ്യം പറയുമ്പോൾ ഒക്കെ കേട്ടിരുന്നു, ഇപ്പം അവൻ്റെ പ്രായം വലുതായി, അവൻ എന്നെ അനുസരിക്കുന്നില്ല. ഒരു രക്ഷിതാവ്, പല രക്ഷിതാക്കളും ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് നമ്മളോട് വന്ന് പറയണതാണ്. പക്ഷെ നമ്മൾ മറക്കുകയാണ്, നമ്മൾ കൊടുക്കേണ്ടത് എന്തോ അത് കൊടുക്കാൻ നമ്മൾക്ക് കഴിയുന്നില്ല. നമ്മുടെ കുട്ടിക്ക് നമ്മളുമായി എല്ലാം ഷെയർ ചെയ്യണമെങ്കിൽ നമ്മളൊരു സ്നേഹിതനെ പോലെ ആ കുട്ടിയുടെ മുന്നിൽ നിൽക്കണം. അവന്റെ ദുഃഖങ്ങളും സുഖങ്ങളും അവനെ എവിടെയൊക്കെ അംഗീകരിക്കണോ ആ അംഗീകാരം നൽകാൻ പ്രാപ്തരായിരിക്കണം നമ്മൾ. അതുകൊണ്ട് ഞാൻ വിചാരിക്കുകയാണ്, ഇവിടെ വന്ന ഓരോ രക്ഷിതാവും ഇതിനുള്ള ഉപാധി നമുക്ക് മനസ്സിലാക്കി തരുന്ന അവരുടെ വാക്കുകൾ ശ്രദ്ധാപൂർവം ശ്രവിക്കുമെന്നും അതിന്റെ ആവശ്യകത മനസ്സിലാക്കി നമ്മളുടെ ഓരോരുത്തരെ കുട്ടിയെ നാളത്തെ ഭാവിയിലെ പൗരന്മാരായി വളർത്തിയെടുക്കാൻ വേണ്ട ഉദ്യമത്തിൽ നിങ്ങൾ പങ്കാളികളാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുള്ള പല പ്രവർത്തനങ്ങൾ ഈ വിദ്യാലയത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ലൗകികമായ ജോലി ചെയ്തുകൊണ്ടും നമുക്ക് വളരെ ഇഫക്റ്റീവ് ആയിട്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാൻ കഴിയും. കാരണം ഞാനൊരു 10ാം ക്ലാസ് ചാർജുള്ള ടീച്ചർ തന്നെയാണ്. അത് പറയണത് 24 മണിക്കൂർ എനിക്ക് അവിടെ ജോലിയുണ്ട്. അതേസമയം ഇതേപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഒരു നിമിത്തമായി, കാരണം ഞങ്ങൾക്ക് നിമിത്തമായിട്ടുള്ള ആത്മാക്കൾ കുറവായതുകൊണ്ട് ആ ഒരു പ്രവർത്തനവും ചെയ്യിച്ചുകൊണ്ട് എല്ലാ ജോലിയും ചെയ്ത്, ഞാനൊരു ഭാര്യയാണ്, എൻ്റെ ഭർത്താവ് ഇതിലുണ്ട്, ഞങ്ങൾ വളരെ സന്തോഷകരമായ, അതും ഞാൻ പറയേണ്ടത് വളരെ മോശമായൊരു ഭാര്യയായിരുന്നു ഞാൻ വേണമെങ്കിൽ ഞാൻ പറയാം, പക്ഷെ വളരെ മാറ്റം എന്നിലുണ്ടെന്ന് ഇപ്പോൾ ഇവിടുത്തെ പല ക്ലാസ്സുകളും ഇത് കേട്ട കുറേ പേർക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം കുറച്ച് ദേഷ്യമൊക്കെ ഉള്ള ആൾ തന്നെയായിരുന്നു ഞാൻ.
എൻ്റെ കുട്ടികളും എന്നോട് ഇപ്പോൾ എപ്പോഴും, എൻ്റെ കുട്ടികളെന്ന് പറഞ്ഞാൽ എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളെ കുറിച്ചാണ് പറയുന്നത്. അവർ പറയാറുണ്ട്, ടീച്ചറേ അന്ന് നിന്നും തമ്മിലുള്ള നിങ്ങളുടെ മാറ്റം, അന്ന് ഞാൻ അവരെ നന്നായി പഠിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു, അന്ന് എൻ്റെ തോന്നൽ അത് എൻ്റെ കഴിവാണെന്നാണ്. ഞാൻ എന്ന അഹങ്കാരം എന്നെ ഭരിച്ചിരുന്നോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. പക്ഷെ ഇന്ന് ഒരിക്കലും എനിക്ക് തോന്നാറില്ല. ദൈവം തന്ന ഒരു ശക്തി, ആ ദൈവം എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നു, അതിൽ കേവലം ഒരു അഭിനേതാവ് മാത്രമാണ് ഞാൻ. അപ്പം നിങ്ങളും ഇത് ഉപയോഗിക്കണം, ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കണം, അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തി നിങ്ങളുടെ മക്കളെ ഉത്തമ പൗരന്മാരാക്കാനുള്ള ഈ അവസരം വിനിയോഗിക്കണം എന്ന് കൂടി ഞാൻ വിനീതമായി നിങ്ങളോട് ഒരു ടീച്ചർ എന്ന നിലയ്ക്കാണ് ഇവിടെ അഭ്യർത്ഥിക്കുന്നത്. കാരണം പല രക്ഷിതാക്കളുമായിട്ടുള്ള ബന്ധം എനിക്കുള്ളത് കൊണ്ട്. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇവിടെ സന്നിഹിതരായ ഓരോരുത്തരെയും ഈ വേദിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ നടത്തിപ്പിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സിസ്റ്റർക്ക് ഞാൻ സ്വാഗതം പറയുന്നു. ഐ ഹാർഡ്ലി എക്സ്റ്റെൻഡ് മൈ വാം വെൽക്കം ടു ഗിൽ ശാന്തി ബഹൻ. ഓം ശാന്തി. ഹാർഡ്ലി വെൽക്കം, വെൽക്കം, വെൽക്കം. ഐ കട്ട് ഷോർട്ട് മൈ വേർഡ്സ്. താങ്ക് യു. Om Shanti and good evening. എല്ലാവർക്കും ഓം ശാന്തി. And so I have great pleasure to be here with you all, and especially with this topic, very important, very topical topic. നിങ്ങളെല്ലാവരെയും കാണുന്നതിൽ വളരെ സന്തോഷം. അതോടൊപ്പം പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ടോപ്പിക്, പാരൻസ് എങ്ങനെ കാര്യക്ഷമതയുള്ള രക്ഷാകർത്താവായി മാറാം, കാലിക പ്രസക്തിയുള്ള ഒരു ടോപ്പിക് കൂടിയാണ്. It seems that there is a crisis worldwide with young people, with youth suicide. ലോകമൊട്ടാകെ ഇതൊരു സങ്കീർണമായ പ്രശ്നമാണ്, ഇതൊരു ക്രൈസിസ് തന്നെയാണ്. അതായത് ചെറുപ്പക്കാർ പ്രത്യേകിച്ച് കൂടുതൽ ആത്മഹത്യകളിലേക്ക് നയിക്കപ്പെടുന്നുണ്ട്. I know in Australia the youth suicide rate is extremely high. Per head of population, it's actually the highest in the world. The youth suicide rate in Australia, per head of population, the highest in the world. ഓസ്ട്രേലിയയിൽ പ്രത്യേകിച്ചും ചെറുപ്പക്കാരുടെ ഇടയിലുള്ള ആത്മഹത്യ വളരെയധികം ഉയർന്ന ഒരു നിരക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. And I know Australia is only mirroring every other country. അത് ഓസ്ട്രേലിയയിൽ മാത്രമല്ല, ഇതിപ്പോൾ എല്ലാ രാജ്യങ്ങളിലും ഈ ഒരു നിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. So when I think about Australia, we have a lot of opportunity there. Our unemployment rate is the lowest in the world. And yet youth don't seem to see a future for themselves. ശരിക്കും നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയിൽ ഈ തൊഴിലില്ലായ്മ വളരെ കുറവാണ് ലോകത്തിൽ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. എന്നിട്ടും ചെറുപ്പക്കാർക്ക് അവരുടെ മുന്നിൽ ഒരു ഭാവി കാണാൻ കഴിയുന്നില്ല. ഇതാണ് പ്രശ്നം. And so there is something very wrong, something missing in our lives, in family life, for this to be such a current and such a regular occurrence. അപ്പോൾ ഇത്രയൊക്കെ അവസരങ്ങളുണ്ടായിട്ടും അവരത് ഉപയോഗപ്പെടുത്തുന്നില്ല. ആത്മഹത്യ കൂടി വരുന്നതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ, അത് കുട്ടികളുടെയും കുടുംബത്തിലുള്ള ജീവിതത്തിൽ എന്തോ ഒരു കുറവ് അവർക്ക് അനുഭവപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും. So what is missing very dramatically in most countries in the world in family life, and especially in Australia, is spirituality. അത് ഓസ്ട്രേലിയയിലും ലോകത്തിൻ്റെ മറ്റെല്ലാ ഭാഗങ്ങളിലും കൂടുതൽ രാജ്യങ്ങളിലും കുടുംബജീവിതത്തിൽ എന്തിൻ്റെ കുറവാണ് അനുഭവപ്പെടുന്നത്? തീർച്ചയായിട്ടും ആത്മീയതയുടെ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. People are turning away from orthodox religions because there is such
corruption within the religions. യാഥാസ്ഥിതികമായ മതവിശ്വാസങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നൊക്കെ മനുഷ്യൻ മാറി നിൽക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. കാരണം മതത്തിനകത്ത് തന്നെ അല്ലെങ്കിൽ അത്തരം മതപരമായ ചടങ്ങുകൾക്കകത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങളും അഴിമതിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. So where it was a family occasion to be part of a church or a belief system, that is very much broken down now. മുമ്പ് കുടുംബം എല്ലാവരും ചേർന്ന് പള്ളിയിലോ മറ്റ് റിലീജിയസ് ഗ്യാതറിങ്സിലെല്ലാം പോകുമായിരുന്നു. പക്ഷെ ആ ഒരു സമ്പ്രദായം ഇപ്പോൾ പതുക്കെ ഇല്ലാതായി കൊണ്ടുവരുന്നുണ്ട്. So true spirituality starts with the self. കാരണം യഥാർത്ഥമായ ആത്മീയത നമ്മളിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത്. It starts within the family. അത് കുടുംബത്തിനകത്ത് നിന്ന് തന്നെ ആരംഭിക്കണം. അത് പുറത്തുള്ള ചടങ്ങുകളിലല്ല കണ്ടെത്തേണ്ടത്. It starts with core values of the self. അത് ആത്മാവിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഏറ്റവും ആന്തരികമായ മൂല്യങ്ങൾ ഉണർത്തുമ്പോഴാണ് ആത്മീയത ആരംഭിക്കുന്നത്. True values that relate to honesty, that relate to cooperation, they seem to have diminished to a great proportion in the self. പ്രത്യേകിച്ച് മൂല്യങ്ങൾ പരസ്പരം ചേർന്ന് പോകാൻ തന്നെ പറ്റുന്നില്ല. അപ്പോൾ പരസ്പര സഹകരണം അങ്ങനെയുള്ള മൂല്യങ്ങളുടെ കുറവ് ഇന്ന് ജീവിതത്തിൽ നമുക്ക് കാണുന്നുണ്ട്. And young children look to their parents to teach them how to live their life. ജീവിതം എങ്ങനെ ജീവിക്കാം എന്ന് പഠിക്കാൻ വേണ്ടി ചെറിയ കുട്ടികൾ തീർച്ചയായും അച്ഛനമ്മമാരെ തന്നെയാണ് ആദ്യം നോക്കുന്നത്. It seems that what we know as the generation gap has become very wide. തലമുറകൾ തമ്മിലുള്ള അന്തരം എന്ന് പറയുന്ന ആ ഒരു കാര്യം, അതായത് കുട്ടികൾ പറയുന്നത് അച്ഛനമ്മമാർക്ക് മനസ്സിലാവുന്നില്ല, അച്ഛനമ്മമാർ പറയുന്നത് കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല. ആ തലമുറകളുടെ വിടവ് ഒരുപാട് അന്തരം കൂടിയിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. And the relatedness between parent and child is very wide. It's not there anymore. That relatedness can't relate to each other. Different worlds. അതുകൊണ്ട് രണ്ട് ധ്രുവങ്ങളിലായി പോവുകയാണ് പലപ്പോഴും അച്ഛനമ്മമാരും കുട്ടികളും. പരസ്പര ആശയവിനിമയം പോലും ശരിയായ രീതിയിൽ നടത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. And so I don't believe that this is anyone's fault. It seems that the time in the world is speeding up. Technology is leading the world, and if we don't have the latest, the newest, then especially for young people, they're not seen to be part of the generation that they're in. അത് കാരണം അത് ആരുടെയും കുറ്റമാണെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ലോകം ഇന്ന് വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി മാറുന്നുണ്ട്, മനോഭാവങ്ങൾ മാറുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് കാലഘട്ടത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ ഈ കാലഘട്ടത്തിലേതല്ല എന്നുള്ള തോന്നൽ പോലും പലപ്പോഴും വരാറുണ്ട്. So this adds to the pressure within the family unit. The needs, the wants, the desires of the young people, very, very difficult to keep up with. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കുട്ടികളുടെ ആവശ്യങ്ങൾ, അവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതിലും അതിനെ ഉൾക്കൊള്ളുന്നതിലും പലപ്പോഴും കുടുംബത്തിലുള്ളവർ പരാജയപ്പെടുന്നുണ്ട്. And with new technology comes a new form of abuse. New technology, a new form of abuse. അപ്പോൾ ടെക്നോളജി വർദ്ധിക്കുമ്പോൾ പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് മാറേണ്ട ആവശ്യകതയും വരുന്നുണ്ട്. It has been shown that a lot of youth suicides are related back to the abuse that they get over the internet from their friends on Facebook and like that. കാരണം ഇന്ന് ഈ കമ്മ്യൂണിക്കേഷൻ ധാരാളം കൂടുന്നതുകൊണ്ട് ഫേസ്ബുക്കും ഇൻ്റർനെറ്റും ഒക്കെ വളരെ പ്രചാരത്തിലായി. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളിൽ നിന്നാണ് പലപ്പോഴും ഇത്തരം പ്രവണതകൾ ഉണ്ടാവുന്നത്. അത് ആത്മഹത്യയുടേതായാലും മറ്റ് മോശമായ രീതികളുടേതായാലും പ്രവണതകളെല്ലാം ഉണ്ടാവാനുള്ള സാധ്യതകളും അവസരങ്ങളും കൂടുതലാണ്.
And this is a silent way of abusing another child, another peer, that parents aren't even aware of is happening. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഇൻ്റർനെറ്റ് മുഖേനയുള്ള ഇത്തരം കാര്യങ്ങൾ ഈ മിസ്യൂസിൻ്റെ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് മറ്റൊരു കുട്ടിയെ വഴിതെറ്റിക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ്. പക്ഷെ അത് അച്ഛനമ്മമാർക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ല. And so when we get to understand the pressures that young people are facing, those pressures are far more extreme than what even 10 years ago, 15 years ago, young people were facing. അപ്പോൾ ഇന്ന് ചെറുപ്പക്കാർ നേരിടുന്ന ഇത്തരം സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും ഒരു 15 വർഷം മുമ്പ് സമാന പ്രായക്കാർ നേരിട്ട പ്രശ്നങ്ങളെക്കാൾ എത്രയോ കൂടുതലാണ് ഈ കാലഘട്ടത്തിൽ. But why are they searching? Why are they going for this technology? It gives them a feeling, a sense of belonging to a group, a peer group. എന്തുകൊണ്ടാണ് അവർ ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകുന്നത്? കാരണം വീട്ടിൽ അവർക്ക് ഒറ്റപ്പെട്ട അനുഭവം ഉണ്ടാവുന്നു. ഇത്തരം കാര്യങ്ങളിൽ കൂട്ടുകെട്ടുകളിൽ ചേരുമ്പോൾ അവർക്ക് അവരുടെ കൂടെയും ധാരാളം പേരുണ്ട് എന്ന ഒരു ബിലോങ്ങിങ്, അതിൻ്റെ കൂടെ ചേർന്ന ആളാണ് ഞാനും എന്നുള്ള ഫീലിംഗ് അവർക്ക് വരുന്നുണ്ട്. They can have many friends that they will never come face to face personally to. They may live in India or Australia, vice versa, but they count them as their friend. ഇത്തരം സുഹൃത്തുക്കളെ പലപ്പോഴും നേരിട്ട് കാണുക പോലും ചെയ്യുന്നില്ല. ഫ്രണ്ട് ഇന്ത്യയിലും ഒരാൾ ഇന്ത്യയിലും ഒരാൾ ഓസ്ട്രേലിയയിലും ആയിരിക്കും. പക്ഷെ എങ്കിലും അവർ ഫ്രണ്ടായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. So it's a very different world that our young people are growing up in to what perhaps you or I grew up in. It's very foreign to me. അപ്പം ഇന്നത്തെ അവരുടെ ലോകം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അപരിചിതമായ തികച്ചും വ്യത്യസ്തമായ ഒരു ലോകത്തിൽ തന്നെയാണ് അവർ ജീവിക്കുന്നത്. And so when I get to understand that it's friendship, it's a sense of belonging, the search for the need to feel I belong with a group, I belong with this particular friend. കാരണം അങ്ങനെയുള്ളൊരു ആഗ്രഹം ഈ വീട്ടിൽ അത് കിട്ടാതെ വരുമ്പോൾ ആ ഒരു എൻ്റെ കാര്യങ്ങൾക്ക് വാല്യൂ കിട്ടുന്നില്ല എന്നുള്ള തോന്നൽ അവർ കമ്മ്യൂണിറ്റിയിൽ കിട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കൂട്ടുകാരുടെ ഇടയിൽ, സമാന ചിന്താഗതിക്കാരുടെ ഇടയിൽ ആ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ് അവർ. And perhaps as a parent I can have more understanding that need to belong is within me as much as it is within my child. Children learn from a very early age from observing their parents, their interaction. അപ്പം ഇത് ഇവിടെ മനസ്സിലാക്കേണ്ടത് ആ ഒരു ഗ്രൂപ്പിൽ ചേരാനും അംഗീകരിക്കപ്പെടാനുമുള്ള ഒരാഗ്രഹം അത് കുട്ടിക്ക് എത്രയുണ്ടോ അതുപോലെ തന്നെ പാരൻറ്റിൻ്റെ ഉള്ളിലും അതുണ്ട് യഥാർത്ഥത്തിൽ. കാരണം കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ അച്ഛനമ്മമാരിലേക്കാണ് നോക്കുന്നത്. അവരുടെ വിചാരങ്ങളും മനോഭാവങ്ങളും തന്നെയാണ് അവർ പിടിച്ചെടുക്കുന്നതും. അതുകൊണ്ട് ഈ ഒരു ഫീലിംഗ് തീർച്ചയായിട്ടും രക്ഷാകർത്താക്കളുടെ ഉള്ളിലും ഉണ്ടായിരിക്കണം. Psychology tells us that by the age of 5, a child is formed inside to every adult relationship they'll have in the future, simply by observing the behavior of their parents together. മനഃശാസ്ത്രത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 5 വയസ്സാവുമ്പോഴേക്കും ഒരു കുട്ടി ഭാവിയിൽ ഏതൊക്കെ ബന്ധങ്ങളിലാണോ ആ കുട്ടി ഏർപ്പെടാൻ പോകുന്നത് ആ ബന്ധങ്ങൾക്കൊക്കെ മാനസികമായി പാകപ്പെട്ട് കഴിഞ്ഞു എന്നാണ്. 5 വയസ്സാവുമ്പോഴേക്കും മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്ത് മറ്റുള്ളവരുടെ ചലനങ്ങൾ മനസ്സിലാക്കി 5 വയസ്സാവുമ്പോഴേക്കും അത് ഫോർമേഷൻ നടന്നു കഴിയും മനസ്സിൻ്റെ ഉള്ളിൽ. The greatest influence in any child's life, if the child is female, daughter will be the mother. If the child is a son, it will be the father. തീർച്ചയായിട്ടും പെൺകുട്ടിക്കാണെങ്കിൽ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് സ്വാധീനം ജീവിതത്തിൽ ചെലുത്തുന്നത് ആദ്യം അമ്മ തന്നെയായിരിക്കും. ആൺകുട്ടിക്കാണെങ്കിൽ അത് പിതാവുമായിരിക്കും. If we think about who has been our greatest influence in our lives, and maybe still is our greatest influence in our lives, it will be our parents.
നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി. ചെറുപ്പകാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനമുണ്ടാക്കിയത് ആരാണ്? ചിലപ്പോൾ ഇപ്പോൾ പോലും സ്വാധീനമുണ്ടാക്കിയത് കൂടുതൽ അച്ഛനമ്മമാർ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. So our parents may work very hard to give us what they believe is the best, their inheritance we receive from our parents. അച്ഛനമ്മമാർ നമുക്ക് വേണ്ടി വളരെയധികം വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അവർ പകർന്നു തരുന്നത്, അവരെന്താണ് ഏറ്റവും നല്ലത് എന്ന് വിചാരിക്കുന്നത് പാരമ്പര്യമായിട്ട് നമ്മളിലേക്ക് അവർ പകർന്നു തരുന്നുമുണ്ട്. But sometimes we're unaware of the spiritual inheritance, the inner inheritance that we're handing on to our children. പലപ്പോഴും പാരമ്പര്യമായി കിട്ടുന്ന ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ നമ്മൾ ബോധവാന്മാരാവാറുള്ളൂ. ആത്മീയമായിട്ട് എന്താണ് പകർന്നു കൊടുക്കുന്നത്, എൻ്റെ ഉള്ളിലുള്ള എന്തൊക്കെ മനോഭാവങ്ങളാണ് പകർന്നു കൊടുക്കുന്നത്, ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ അധികം ശ്രദ്ധിക്കാറില്ല. A very, very strong influence. So when I begin to realize that I not only want to give my children the best in the material world, but I want to give them the best in the spiritual world. അപ്പോൾ ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഭൗതികമായി ഏറ്റവും നല്ലത് കുട്ടികൾക്ക് പകർന്നു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആത്മീയമായി ഏറ്റവും നല്ലത് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. I am a mother and a grandmother. When I brought my 2 daughters up, I had no spiritual knowledge within me. സിസ്റ്ററുടെ സ്വന്തം എക്സാമ്പിൾ പറയുകയാണ്. സ്വയം ഒരു മാതാവുമാണ്, ഒരു മുത്തശ്ശിയുമാണ്. അതുകൊണ്ട് അത് ഒരമ്മയും മുത്തശ്ശിയും ആയ സമയത്ത് യഥാർത്ഥത്തിൽ എന്ത് ആത്മീയമായി പകർന്നു കൊടുക്കണമെന്നുള്ള അറിവുണ്ടായിരുന്നില്ല. But now that I have 5 young grandchildren and I have spiritual knowledge, I know that while I'm around in their lives, they will always understand that they are a soul, a peaceful soul, a sparkling star in the center of their forehead. ഇപ്പോൾ 5 പേരക്കുട്ടികളുണ്ട്. ഇപ്പം മക്കൾക്കത് പകർന്നു കൊടുക്കാൻ സാധിച്ചില്ല. പക്ഷേ സിസ്റ്റർ പറയുന്നത് ഈ സമയത്ത് ആത്മീയമായിട്ടുള്ള മാർഗത്തിലേക്ക് വന്നു, ആത്മീയമായ അവബോധമുണ്ടായി. ഇപ്പോൾ ആ പേരക്കുട്ടികളുടെ കൂടെ ചെലവിടുന്ന സമയം തീർച്ചയായിട്ടും ഈ ഒരു മനോഭാവം അവരിലേക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങളെല്ലാവരും, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കേവലം ശരീരമല്ല, ശരീരത്തിനകത്തിരിക്കുന്ന ചൈതന്യമാണ്, ആത്മാവാണ്. So when we understand ourselves first, it has to start with me first. To be able to hand on anything, I have to have it first. I can't give something I haven't got. അപ്പോൾ ഭൗതികമായ സമ്പത്ത് പകർന്നു കൊടുക്കുന്ന പോലെ തന്നെയാണ് ഇവിടെയും. ആത്മീയമായ സമ്പത്ത് പകർന്നു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം എൻ്റെ കയ്യിൽ അതിൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. ഞാൻ ആത്മീയമായ സമ്പത്ത് കൊണ്ട് നിറയണം. കയ്യിലില്ലാത്തൊരു സാധനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ആർക്കും സാധിക്കില്ല. So the greatest gift you can give to your children is the gift of yourself as soul, spirit. നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല അവബോധം ഞാൻ ആത്മാവാണ് എന്നുള്ള ഭാവത്തിൽ അധിഷ്ഠിതമായി കൊണ്ടുള്ള മനോഭാവങ്ങളുടെ കൈമാറ്റം തന്നെയായിരിക്കും. Spiritual sustenance will sustain children for the rest of their lives. A material gift, very temporary. ഗിഫ്റ്റുകൾ ധാരാളം നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷേ ഭൗതികമായ സമ്മാനങ്ങളെല്ലാം കുറച്ചു കാലത്തേക്ക് മാത്രമുള്ളതാണ്. ആത്മീയമായി അവബോധം പകർന്നു കൊടുക്കാൻ കഴിഞ്ഞാൽ ആ കുട്ടി സ്വന്തം ജീവിതത്തിൽ സ്വന്തം കാലിൽ നിലനിൽക്കും. In technology, 6 months and it's out of date. We need the next one. Research has shown now that teenagers, as soon as they get the new technology in their hand, they don't even hold it. They let it go straight away, waiting for the next one. ഇപ്പോൾ ടെക്നോളജി ഇത്രയും ഫാസ്റ്റായിട്ട് പോകുന്നതുകൊണ്ട് പറയാറുണ്ട് എല്ലാ വസ്തുക്കളും 6 മാസം കൊണ്ട് ഔട്ട്ഡേറ്റഡ് ആവും. പക്ഷെ ആ കാലഘട്ടവും കഴിഞ്ഞിപ്പോൾ ഒരു സാധനം, പുതിയ സാധനം വന്ന് അത് കയ്യിൽ പിടിക്കുമ്പോഴേക്കും, അതിനെ നോക്കുമ്പോഴേക്കും അടുത്ത ടെക്നോളജി അഡ്വാൻസ്ഡായി പുതിയ സാധനം വന്നിട്ടുണ്ടാവും. അത്ര സ്പീഡിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. So they can never gain true happiness from what is available to them in the material world. അതുകൊണ്ട് ഭൗതിക ലോകത്ത് കിട്ടുന്ന ഒരു കാര്യങ്ങളും ആന്തരികമായ സന്തോഷത്തെ ഉണ്ടാക്കില്ല. But they can gain true happiness from a sense of belonging, a sense of being, a sense of connectedness
That's what we all as a human family are really wanting, that connectedness. ആ ഗിഫ്റ്റ് അവർക്ക് എപ്പോഴാണ് ലഭിക്കുന്നത്? ഞാൻ ആരാണെന്നുള്ള ഭാവം ഉണരുമ്പോൾ, ഞാൻ ആരുമായിട്ടാണ് ചേരേണ്ടതെന്ന് മനസ്സിലാവുമ്പോൾ, ലോകത്തിലുള്ള എല്ലാവരുമായിട്ടും അല്ലെങ്കിൽ ഈശ്വരനുമായിട്ടുമുള്ള എൻ്റെ അനശ്വരമായ ബന്ധത്തെക്കുറിച്ച് മനസ്സിലാവുമ്പോൾ, അപ്പോഴാണ് ആ ഒരു ഭാവത്തിലേക്ക് അവർ ഉണരുന്നത്. So first I have to connect with myself as the sparkling star, the diamond within the forehead. അപ്പോൾ മറ്റുള്ളവരുമായ ബന്ധത്തിൻ്റെ മുമ്പ് നമുക്ക് ആദ്യം വേണ്ടത് എനിക്ക് ഞാനുമായുള്ള ബന്ധം തന്നെയാണ്. ഞാനുമായി എങ്ങനെ ബന്ധപ്പെടും? ഞാൻ ആത്മാവാണെന്ന് മനസ്സിലാക്കുമ്പോൾ, ശരീരത്തിനകത്ത്, തലച്ചോറിനകത്ത്, ഭ്രൂമധ്യത്തിൽ പ്രകാശിക്കുന്ന ചൈതന്യ നക്ഷത്രമാണ് ഞാൻ എന്ന് മനസ്സിലാക്കുമ്പോൾ. And when I do that, when I have self-realization that I am the sparkling star, that I am the soul, the peaceful soul. ആ റിയലൈസേഷൻ, ആ തിരിച്ചറിവ് അപ്പോൾ ഉണ്ടാവും. ഞാൻ നശ്വരമായ ശരീരമല്ല, ഞാൻ ശാന്ത സ്വരൂപനായ, അനശ്വരനായ, നിരാകാരനായ ആത്മാവാണ്. And that automatically connects me with my spiritual parent, with God. ആ ബന്ധം നമ്മൾ ആദ്യം സ്ഥാപിക്കുകയാണെങ്കിൽ, ഞാനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ, ഞാൻ ആത്മാവാണെന്ന് മനസ്സിലാക്കുമ്പോൾ എൻ്റെ ആത്മീയ പിതാവുമായിട്ട് അല്ലെങ്കിൽ ആത്മീയ പാരൻറ്റുമായിട്ട്, രക്ഷിതാവുമായിട്ടുള്ള ബന്ധം സ്വാഭാവികമായും സ്ഥാപിക്കപ്പെടും. ഈശ്വരനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കപ്പെടും. And my whole vision changes. It can change in a second when I have that realization. അപ്പോൾ എൻ്റെ മുഴുവൻ ഉൾക്കാഴ്ചയും മാറും. ലോകത്തിനെ നോക്കി കാണുന്ന രീതിയിൽ മാറ്റം വരും. ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ യഥാർത്ഥമായ അവബോധത്തിലേക്ക് ഉണരും. So the vision not only of myself as that sparkling star within, but of my children. I see them as a sparkling star. ഈ അവബോധം ഉണ്ടാകുമ്പോൾ ഞാൻ എന്നെ മാത്രമല്ല ആ രീതിയിൽ നോക്കാൻ തുടങ്ങുന്നത്, ചുറ്റുമുള്ള എല്ലാവരെയും അതേ രീതിയിൽ തന്നെ നോക്കും. പ്രത്യേകിച്ച് കുട്ടികളെ പോലും ആ രീതിയിൽ നോക്കി കാണാൻ സാധിക്കും. ഇവരും അനശ്വരനായ ആത്മാവാണ്, ശരീരം ധരിച്ച് ശരീരം ഉപേക്ഷിച്ച് കർമ്മം ചെയ്യുന്ന ആത്മാവാണ്. And with that union, with that connection with God, I fill with all the powers, all the virtues, all the love that God has to give me. അപ്പോൾ ആത്മരൂപത്തിൽ എല്ലാവരെയും നോക്കുമ്പോൾ ഞാൻ കൂടുതൽ കൂടുതൽ ഈശ്വരനുമായിട്ട് അടുക്കും. ഈശ്വരന് എനിക്ക് നൽകാനുള്ള എല്ലാ ശക്തികളും എല്ലാ ഗുണങ്ങളും അതെന്നിലേക്ക് പ്രസരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. And I have a deep sense of belonging. അപ്പോൾ ഞാൻ ഈശ്വരനുമായി ചേർന്നിരിക്കുകയാണ് എന്നുള്ള ഭാവം അതിൻ്റെ ഉള്ളിൽ ഉണരും. And this is what I can give to my children or my grandchildren. ഈ അവസ്ഥയിൽ എത്തിയ ഒരാൾക്ക് അത് തൻ്റെ കുട്ടികൾക്കും തൻ്റെ പേരക്കുട്ടികൾക്കും നൽകാനും കഴിയും, കൈമാറാനും കഴിയും. So even though we know this is a changing world and it's changing very fast in two different directions, we have a direction where we wish to establish a beautiful world, a world of harmony, a world of peace and happiness. And there's the other side, that is establishing a different world, an old world, carrying a lot of corruption, upheaval. ലോകത്തിൽ മാറ്റം നടക്കുന്നുണ്ട്, വളരെ ഫാസ്റ്റായി നടക്കുന്നുണ്ട്. അത് രണ്ട് രീതിയിലാണ് നടക്കുന്നത്. ഒരു ഭാഗത്ത് പലരുടെ മനസ്സിലുണ്ട് ഒരു നല്ല ലോകം വരണം, അതിനു വേണ്ടിയിട്ട് ശുദ്ധമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഒരു ഭാഗത്ത് ആ പുതിയ ലോകത്തിനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ വേറൊരു ഭാഗത്ത് അഴിമതിയും അതുപോലെയുള്ള മനോഭാവങ്ങളും കൂടുതൽ കൂടുതൽ പ്രാവർത്തികമാക്കുമ്പോൾ പഴയ ലോകം വീണ്ടും വളരെ ജീർണിച്ചൊരു ലോകത്തിനെ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയ പാരലലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. So what do I want for my children? Do I want them in the old corruption, upheaval world, or will I want them in the brand new, harmonious, happy, peaceful world? അപ്പോൾ ഈ ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കണം. നമ്മളുടെ കുട്ടികൾക്ക് ഇതിലേത് ലോകമാണ് നമ്മൾ സമ്മാനിക്കാൻ ഉദ്ദേശിക്കുന്നത്? ആ ജീർണിച്ച പ്രശ്നകലുഷിതമായ ലോകമാണോ സമ്മാനിക്കേണ്ടത്, അതോ ആ
പുതിയ ലോകം, വരാനിരിക്കുന്ന ആ സ്വർണിമ ലോകം, അതാണ് നമ്മൾ സമ്മാനിക്കേണ്ടത്. So I can give them this world. I can teach them through my own experience of this world, this new world. അപ്പോൾ ആ ജീർണതകൾക്കപ്പുറമുള്ള പുതിയ ലോകം എനിക്ക് അവർക്ക് കൈമാറാൻ കഴിയും. പക്ഷെ ആദ്യം ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം, ഞാൻ അതിൽ ഉറച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ശക്തി എനിക്ക് അവർക്ക് കൈമാറാൻ കഴിയും. Every soul has a whole world within it. ഓരോ ആത്മാവിൻ്റെ ഉള്ളിൽ തൻ്റെതായ ഒരു ലോകം നിറഞ്ഞിരിക്കുന്നുണ്ട്. You only have to watch young children, very young children at play, to see they are in their own world. അത് അറിയാൻ നമുക്ക് ചെറിയ കുട്ടികളെ നോക്കിയാൽ മതി. ചെറിയ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ അവരുടേതായ ലോകത്താണ്, അവർ പുറം ലോകത്തിനെ കുറിച്ച് തീരെ ബോധർ ചെയ്യുന്നില്ല. But the systems and the culture and everything that we have created over time tells our children to come out of that world. പക്ഷെ നമ്മൾ പഠിച്ച രീതികളും നമ്മുടെ സംസ്കാരങ്ങളും എല്ലാം ഉറക്ക ആ കുട്ടിയോട് വിളിച്ചു പറയുന്നത് അവൻ്റെ ആ ലോകത്തിൽ നിന്ന് പുറത്തു വരാനാണ്, എന്നിട്ട് പുറൽ ബാഹ്യലോകത്തേക്ക് ശ്രദ്ധിക്കാനാണ്. ഇങ്ങനൊരു തെറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. That they should do this and they should do that. So we begin to put pressures and expectations on them. അവരങ്ങനെ ചെയ്യണം, അവരിതാണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോഴെല്ലാം നമ്മൾ പ്രതീക്ഷകളുടെ ഒരു ലോകത്തിലേക്ക് നമ്മൾ അവരെ വലിച്ച് മാറ്റുകയാണ്.